കേരളത്തെ ആകെ നടുക്കിയ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തുവന്ന ദിവസമാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂടിനടുത്ത് പേരുമലയിലും ചുള്ളാളത്തും പാങ്ങോടുമായി ഒരു യുവാവ് 5 പേരുടെ, അതും രക്തബന്ധത്തിലുള്ള ഉറ്റ ബന്ധുക്കളായ 5 പേരുടെ ഒപ്പം പെൺസുഹൃത്തിൻ്റെ ഉൾപ്പെടെ 5 പേരുടെ ജീവനെടുത്ത വാർത്തയാണ് ഇന്ന് വന്നത്. ഈ മാപ്പിലൂടെ നമ്മൾ ഈ പ്രതിയായ അഫാന്റെ സഞ്ചാരം, അത് ഈ കുറ്റകൃത്യം നടപ്പിലാക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം അഫാൻ എത്തുന്നത് സൽമ ബീവി എന്ന പിതാവിൻ്റെ മാതാവ്, 90 വയസ്സോളം പ്രായമുള്ള ഉമ്മയുടെ അടുത്തേക്കാണ്. സൽമ ബീവി എന്ന ബാപ്പുമ്മ എന്ന് വിളിക്കുന്നു. പിതാവിൻ്റെ മാതാവിൻ്റെ അടുത്തേക്ക് പാങ്ങോട്ടെ വീട്ടിലേക്കാണ് ആദ്യം എത്തിയത്. അവിടെ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം നേരെ പോയത് ചുള്ളാളത്തുള്ള പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിൻ്റെ അടുത്തേക്കാണ്. 17 കിലോമീറ്റർ, അതാണ്ട് 26 മിനിറ്റ് കൊണ്ട് ഈ പ്രതി സഞ്ചരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ചില കാര്യങ്ങളിൽ പാങ്ങോട് സൽമ ബീവിയുടെ മാല ഇയാൾ അവിടെ നിന്ന് മോഷ്ടിച്ചിരുന്നു ഈ കൊലപാതകത്തിനിടയിൽ. അതിനുശേഷം ആ മാല പണയം വെച്ചു എന്നൊക്കെയാണ് പ്രതിയുടെ മൊഴി. അക്കാര്യത്തിൽ ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് വ്യക്തത വരുത്തേണ്ടത്. ഏതായാലും പാങ്ങോട് പിതാവിൻ്റെ മാതാവിനെ കൊലപ്പെടുത്തിയ ശേഷം നേരെ ഈ പ്രതിയായ അഫാൻ പോയത് ചുള്ളാളത്തുള്ള പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിൻ്റെ വീട്ടിലേക്കാണ്. ലത്തീഫും ഷാഹിദയുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ലത്തീഫ് ഒരു വിമുക്ത ഭടൻ കൂടിയാണ്. ആ വീട്ടിൽ പ്രായമായ ഈ ദമ്പതികൾ, അവിടെ സമാധാനപരമായി ജീവിക്കുന്ന ദമ്പതികൾ, അവരുടെ മക്കൾ, 2 പെൺമക്കളുടെ വിവാഹമൊക്കെ കഴിച്ചയച്ചതാണ്. ആ വീട്ടിലെത്തി അവിടെ ലത്തീഫിനെയും ഷാഹിദയും കൊലപ്പെടുത്തിയ ശേഷം പ്രതി അഫാൻ നേരെ പോകുന്നത് സ്വന്തം വീടായ പേരുമലയിലെ സ്വന്തം വീട്ടിലേക്കാണ്. അവിടെ ആ വീട്ടിലുണ്ടായിരുന്നത് പെൺസുഹൃത്തായ ഫർസാന, ഒപ്പം സഹോദരൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫ്സാൻ, മാതാവ് ക്യാൻസർ ബാധിതയായ ഷെമി. മൂന്നാമത്തേത് സ്വന്തം വീട്ടിലേക്ക്. ആ വീട്ടിൽ അഫ്സാന്റെയും ഫർസാനയുടെയും ഒപ്പം ഷെമിയുടെയും കൊലപാതകം ഉറപ്പിച്ചിട്ട് തന്നെയാണ് പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചത്. പ്രതി പോലീസിന് നൽകിയ മൊഴി 6 പേരെ കൊലപ്പെടുത്തിയെന്നാണ്. പക്ഷേ പ്രതിയുടെ മാതാവ് ഷെമി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ, അതീവ ഗുരുതരാവസ്ഥയിൽ ശ്രീഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് വെഞ്ഞാറമൂട്ടിൽ. ഷെമിയുടെ ആരോഗ്യനില, നേരത്തെ തന്നെ ക്യാൻസർ ബാധിതയായ ഷെമിയുടെ ആരോഗ്യനില ഗുരുതരമാണ്. ഇതാണ് ഇങ്ങനെ ഏതാണ്ട് 17 7 24 കിലോമീറ്റർ ദൂരത്തിനിടയിൽ ഈ പ്രതി കൊന്നൊടുക്കിയത് 5 പേരെയാണ്. അതും ഏറ്റവും പ്രിയപ്പെട്ട ഉറ്റവരായ മനുഷ്യരെയാണ് കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകത്തിന് പിന്നിൽ എന്തൊക്കെയാണ് കാരണം? അത് സാമ്പത്തിക പ്രശ്നങ്ങളാണോ, അതല്ല പ്രണയം കുടുംബം അംഗീകരിക്കാത്തതാണോ എന്ന ചോദ്യം, 2 സാധ്യതകൾ ഇപ്പോഴും മുന്നിലുണ്ട്. പ്രതിയുടെ മൊഴികൾ അനുസരിച്ചാണെങ്കിൽ അതിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഒപ്പം കുടുംബത്തിൻ്റെ സാഹചര്യം, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഫർസാന എന്ന പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അടക്കമുള്ള സാഹചര്യം പരിശോധിച്ച് അതിൽ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും എതിർപ്പാണോ ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന സംശയം നിലനിൽക്കുന്നു. ഏതായാലും മൊഴിയെടുക്കാവുന്ന ഒരു സാഹചര്യത്തിലല്ല. ആത്മഹത്യക്ക് ശ്രമിച്ച് എലിവിഷം കഴിച്ചു എന്ന മൊഴിയാണ് നൽകിയത്. തുടർന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പ്രതി.